എൻ്റെ പേര് ജോസി അബ്രാഹാം. കൊഴുവനാൽ ഇടവക്കാരനാണ്. മൂലമുണ്ടയിൽ നിന്നാണ് വീട്ടുപേര്. ഞാൻ മാർസിലേവ മെഡിസിറ്റി വർക്ക് ചെയ്യുന്നു, മെയിൻ്റനൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ജപമാല പ്രാർത്ഥനകളിലൂടെ കിട്ടിയ വലിയ അനുഭവങ്ങൾ. എൻ്റെ അപ്പച്ചന് 12 മക്കളായിരുന്നു. അവർ വലിയൊരു ഫാമിലി ആയിരുന്നു, വലിയൊരു കുടുംബമായിരുന്നു. ഓരോരുത്തർക്കും ഒരു 10 ഏക്കർ സ്ഥലം വീതം വെച്ച് കൊടുക്കപ്പെടുകയും അങ്ങനെ ജഡീക ജീവിതം, അതായത് ജഡത്തിൻ്റെ ആ ലോക ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം. അപ്പോൾ ശരിക്കും ഞാനുമൊക്കെ ആ ജീവിതത്തിൽ വളർന്നു വന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കുടുംബത്തിന് അനുഭവപ്പെട്ട ഒരു വലിയൊരു ബന്ധനത്തിൻ്റെ, വലിയൊരു കെട്ടിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാർത്ഥന കൂട്ടായ്മ പോലെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുകയും ആ സമയത്ത് പലപ്പോഴും വരുന്ന ഓരോ ബ്രദേഴ്സും അതുപോലെ അച്ഛന്മാരും ഒക്കെ ആണെങ്കിലും വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തലമുറകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ പലപ്പോഴും ഞാനും കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനും ഓർക്കും, ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ അവരെല്ലാം കുറ്റം പറഞ്ഞ് അത് വലിയ പ്രശ്നങ്ങളാണ്, കാരണവന്മാർ ചെയ്ത പാപത്തിൻ്റെ മക്കൾ അനുഭവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് പോയി പിരിയുന്നതല്ലാതെ പഴയ ആ ജീവിതങ്ങളിലേക്ക് കടന്നു പോയി. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടങ്ങളിൽ നരകയാതനയുടെ, രോഗങ്ങളുടെ, കഷ്ടതയുടെ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കർത്താവിനെ അറിയാനൊരു ഇടവരുകയാണ്. കാരണം വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ. അന്നേരം ആ സമയങ്ങളിൽ എൻ്റെ അമ്മച്ചി ധ്യാനത്തിന് പോവുകയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി തിരിച്ചു വന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടൊരു കൂട്ടായ്മയുണ്ട് മാന്നാനത്ത്, ഒരു അച്ഛൻ നയിക്കുന്ന കൂട്ടായ്മ, ജോഷി അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ നയിക്കുന്ന ആ കൂട്ടായ്മയിൽ അമ്മച്ചി പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഈ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മച്ചി പോകണ്ട, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാം. പക്ഷെ പ്രാർത്ഥന ഇഷ്ടമുണ്ടായിട്ടല്ല. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ കടന്നു ചെല്ലുകയും ആ ദേവാലയത്തിൽ കയറിയിരിക്കാനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പലപ്പോഴും ഞാൻ അതിൻ്റെ ആ സ്റ്റെപ്പുകൾ, ആ മാന്നാനത്ത് മുകളിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പ് 2-3 പ്രാവശ്യം എനിക്കെന്നാൽ തിരിച്ചു പോരാനും സാധിക്കുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം കയറി ഇറങ്ങുന്ന സമയത്ത് ആ ഒരു അമ്മച്ചി, ഒരു സുന്ദരിയായ ഒരു അമ്മച്ചി കടന്നു വരികയും ചുമ്മാ ഞാൻ അമ്മച്ചിയോടും ചോദിക്കുക, അമ്മച്ചി ഇവിടെ എവിടെയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്? അപ്പോൾ ആ സമയത്താണ് അമ്മച്ചി പെട്ടെന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വാ മോനെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടോളാം. പക്ഷെ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ചോദിച്ചതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ അത് ചോദിപ്പിച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ അങ്ങനെ ചെന്ന് ആ അമ്മച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ ആ കൂട്ടായ്മയെ കൊണ്ട് നിർത്തി അവിടെ ഇരുന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ എന്നോട് വന്ന് വ്യക്തിപരമായിട്ട് കൗൺസിലിംഗ് എടുത്ത് സംസാരിക്കുകയും മോൻ്റെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്, ഈ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം അമ്മയിലൂടെ വലിയ കൃപ ലഭിക്കുമെന്ന് പറയുകയും ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ യേശു അനുഭവം, ഈശോയെ കാണുകയും ആ ജപമാല അവരോട് ചേർന്നിരുന്ന് കണ്ണുകൾ അടച്ചിരുന്ന് ചെല്ലുന്ന സമയത്ത് ആത്മീയ അനുഭവത്തിലേക്ക് വരികയും അതൊരു അനുഭവമാവുകയും ചെയ്തു. തുടർന്ന് അവിടെ ആ സമയത്ത് എൻ്റെ ഇടവകയിലുള്ള 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരെന്നെ ശ്രദ്ധിക്കുകയും അവർ നാട്ടിൽ വന്നു കഴിഞ്ഞ് അവരെന്നെ കണ്ട് അവരുടെ ആ കൂട്ടായ്മ, ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കൊഴുവനാൽ ടൗണിൽ തന്നെ, ആ സ്റ്റുഡിയോയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അവരുടെ ആ അന്നത്തെ ആ കൂട്ടായ്മ കിട്ടിയ അനുഭവം അത് ജീവിതത്തിൽ ആദ്യത്തേതായിരുന്നതുകൊണ്ട് അതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് കൂട്ടായ്മ കടന്നു ചെന്നു. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ആ ഈശോയുടെ, അതായത് ഒരു ഗ്ലാസ്സിനുള്ളിൽ തിരുഹൃദയ ഈശോ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വരുന്നൊരു അനുഭവം, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, ഒരു സുഗന്ധാഭിഷേകം, ഇതെല്ലാം കിട്ടി. പിന്നെ തുടർന്ന് ഞങ്ങൾ ആ കൂട്ടായ്മ അവിടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ, ഈ കുടുംബത്തിൽ വലിയ പ്രതിസന്ധികളായിരുന്ന ഈ കുടുംബത്തിൽ അന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലേക്ക് അമ്മ തന്നൊരു ചിന്തയാണ്, എന്തുകൊണ്ട് ഈ തലമുറകളെ നിനക്കേറ്റുകൂടാ, അത് ഏറ്റെടുത്തുകൂടാ. ഞാൻ ആ നിമിഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം. കാരണം ഒരുപാട് കടം കയറി വസ്തു വിൽക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഈ ആ 10 ഏക്കർ വീതം കിട്ടിയ പേരപ്പന്മാരുടെ എല്ലാം സ്ഥലം, അത് നാമാവിശേഷമായി 1 സെന്റ് സ്ഥലം പോലും വീതമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെല്ലാം മാറി. അവരെല്ലാം വാടക കെട്ടിടങ്ങളിലേക്ക്, ഇന്നും അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇന്ന് ഈ ദേശത്ത് എന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ ആ കാലഘട്ടം മുതൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥിര താമസത്തിന് എനിക്കൊരു പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിച്ചു. തുടർന്ന് വന്ന് ഇവരുടെ കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പ്രത്യേക കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നു. അവരെന്നെ കൊണ്ടുപോയി അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിൽ കിട്ടിയ ചില അനുഭവങ്ങൾ, ജപമാല പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ വലിയ കൃപ സ്വീകരിച്ച് ഒത്തിരി മക്കളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദാഹം, എനിക്കും വേണം ഈ കൃപയും അഭിഷേകവും. ഞാൻ അവരോട് ചോദിച്ച് എന്ത് ചെയ്യണം. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നീ വില കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് ഈ കൃപ കിട്ടും. പക്ഷെ അന്നേരം ഞാൻ ഓർത്തു, എങ്ങനെയാണ് വില കൊടുക്കേണ്ടത്. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്,
നീ 41 ദിവസം ഉപവസിച്ച് 203 മണി ജപമാല മുട്ടുമേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് നീ ചെല്ലണം. ഞാൻ പറഞ്ഞ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യം. അങ്ങനെ അപ്പോൾ എന്നോട് ആ സഹോദരൻ പറഞ്ഞ്, നീ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ കൃപ നിനക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു മനസ്സിൽ ഒരു വാശിയായിരുന്നു, ഇങ്ങനെ ഒരു കൃപയുണ്ടെങ്കിൽ അതെനിക്ക് വേണം. ഞാൻ തുടർന്ന് പരിശുദ്ധ ബലി അർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 41 ദിവസത്തെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈ ജപമാല പ്രാർത്ഥന തുടങ്ങി. ആദ്യത്തെ 3 ദിവസം എനിക്ക് ഒരു തരത്തിലും അത് തുടരാൻ പറ്റില്ല എന്ന് കരുതി. എൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ വരികയാണ്, നീ ഒരു യുവാവാണ്, ഈ കൈയുടെ കുഴയെല്ലാം പൊട്ടി തകർന്നു പോകുന്ന ഒരു അവസ്ഥ. കാരണം ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകയാണ്. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിലൊരു ചിന്ത, എനിക്ക് വേണം ഈ ഒരു അഭിഷേകം, എനിക്കും വേണം. ഇത് സത്യമാണെങ്കിൽ, ഇത് നുണയല്ല, സത്യമാണെങ്കിൽ എനിക്ക് ഈ ഒരു കൃപ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ബലം കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 1.5-2 മണിക്കൂറത്തെ പ്രാർത്ഥന, മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥന. ഇതിന് ശേഷം ഞാൻ നിലത്തേക്ക് വീണ് കുറേ സമയം അവിടെ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ബലിയർപ്പിക്കാനായിട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ 20 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 20-ാമത്തെ ദിവസം തുടർച്ചയായിട്ട് എനിക്ക് അതിനുള്ള ഒരു കൃപ കർത്താവ് തന്നു. കൈ പൊട്ടിപ്പോകുന്നുണ്ട്, വലിയ വേദനകളുണ്ട്. കാരണം കൈയൊക്കെ തളർന്ന് പോകുന്ന അവസ്ഥയാണ്. കുറേ സമയം കടന്നു കഴിയുമ്പോഴാണ് കൈയൊക്കെ ഒന്ന് ഫ്രീ ആയി ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഈ 21-ാമത്തെ ദിവസം ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രകാശ കിരണത്തിൻ്റെ നടുവിൽ ഉണ്ണീശോയുമായിട്ട് അമ്മ വന്നിരിക്കുക. ഉണ്ണീശോയെ എടുത്തു പിടിച്ചിരിക്കുന്ന അമ്മ. അപ്പോൾ ഉണ്ണീശോ എൻ്റെ ഞാൻ കൈ ഉയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ കൈ ചൂണ്ടുവിരൽ നേരെ നിൽക്കുക. അപ്പോൾ ഞാൻ കാണുന്നത് ഉണ്ണീശോ വന്ന് എൻ്റെ ചൂണ്ടുവിരലിലേക്ക് കൈ പിടിക്കുകയാണ്. അപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ ഫ്രീ ആയി. എൻ്റെ ശരീരത്തിൻ്റെ വേദനകളെല്ലാം വിട്ടുമാറി. ഞാൻ അവിടെ സ്വതന്ത്രനായിട്ട് അവിടെ നിന്ന് ആ ജപമാല ചൊല്ലി പ്രത്യേക ഒരു അഭിഷേകത്തിലേക്ക് 41 ദിവസം ഈ ഒരു അനുഭവം. എല്ലാ ദിവസവും അമ്മ ഉണ്ണീശോയുമായിട്ട് വരും, എൻ്റെ കയ്യിൽ പിടിക്കും. ഞാൻ ആ അനുഭവത്തിലൂടെ ജപമാല ഒരു തീഷ്ണതയായിരുന്നു. പിന്നീട് കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ആ അനുഭവം ശരിക്കും മറ്റൊന്നും സംസാരിക്കുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ട് മാതാവും പുഞ്ചിരിച്ചുകൊണ്ട് ഉണ്ണീശോയും ഇരിക്കുന്ന അവസ്ഥ. 41-ാമത്തെ ദിവസം ഞാൻ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ നിലംപതിക്കുക. ഒരു ഉന്നതമായൊരു ശക്തി, എനിക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, ഒരു അത്യുഗ്രമായ ഒരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്ന് ശരീരം മുഴുവനിലേക്ക് അത് വ്യാപരിച്ചു. ഞാൻ ആ സമയത്ത് കാണുന്നത്, ഞങ്ങളുടെ ഇലക്ട്രിസിറ്റിയൊക്കെ ആ സമയത്ത് കറണ്ട് പുറത്ത് ഈ 11 kV വന്ന് എന്തോ അടിച്ച് വീണ് ഈ ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഇലക്ട്രിസിറ്റി എല്ലാം കറണ്ടെല്ലാം പോയി. ഞാൻ മണിക്കൂറുകൾ ഞാൻ നിലത്ത് കിടക്കുകയാണ്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ബോധം വന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ. ആരും വീട്ടിലുള്ളവർ ആരും അറിയരുതെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർക്കൊക്കെ ആ സമയങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വട്ടു പിടിച്ചോ ഈ 3 മണി സമയത്ത്. കാരണം മച്ചിട്ട വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലുള്ള അമ്മച്ചിയൊക്കെ അറിയും, എഴുന്നേൽക്കും. എന്നിട്ട് പറയും, എല്ലാവരെയും ഉറക്കമില്ലല്ലോ, നിനക്കെന്താ വട്ടു പിടിച്ചോ, ഇനി ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കറണ്ടൊക്കെ ഓഫ് ചെയ്ത് ചെറിയൊരു വെട്ടത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒത്തിരി ആ ഒരു അനുഭവത്തിലൂടെ, ആ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഒരു ശക്തമായ അനുഭവം. ഞാൻ പിന്നീട് ഉള്ള ശുശ്രൂഷകളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് അമ്മയും ഉണ്ണീശോയും എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ജപമാല പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ എനിക്കൊരു വലിയ സന്തോഷമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് 37 വയസ്സ് പ്രായമുള്ള സമയമായി. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള ഞാൻ മൂത്ത ആളായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 മക്കളാണ്. 5 മക്കളിൽ 3 പെണ്ണും 2 ആണും. അതിൽ മൂത്ത പെങ്ങന്മാർ അവർ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ വിവാഹാലോചനയൊക്കെ തുടങ്ങുകയാണ്. യാതൊരു സാമ്പത്തിക മേഖലകളും ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ അവരുടെ വിവാഹാലോചനകൾ നടത്തി, അത് കല്യാണ വിവാഹങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് നടത്തിവിടാൻ ജപമാല പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ അമ്മ ഓരോ വഴികളും കാണിച്ചു തന്നു. അതായത് പണത്തിൻ്റെ ലോൺ എടുക്കാനുള്ള കാര്യങ്ങൾ, അന്ന് മാർച്ച് ക്ലോസിങ് കാലഘട്ടങ്ങളാണ്. ഇപ്പോൾ ചെല്ലുമ്പോൾ ബാങ്കിൽ പോലും അവർ പറഞ്ഞു, ഇപ്പോൾ ഉടനെയെങ്കിലും പണം ഉണ്ടാകത്തില്ല, പെട്ടെന്നൊന്നും ഇത് ക്രമീകരിക്കപ്പെടുകയില്ല, ജോസി വേറെ എന്തെങ്കിലും മാർഗം നോക്കണമെന്നൊക്കെ പറയുമ്പോഴും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്കിൽ നിന്ന് തന്നെ അറിയിച്ചു, ജോസിയ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു, കല്യാണത്തിന് വേണ്ടിയൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാം. അങ്ങനെ ഓരോ 3 പെങ്ങന്മാരുടെ കല്യാണങ്ങളും വളരെ മനോഹരമായിട്ട് കർത്താവ് നല്ല ഒരു കുടുംബങ്ങൾ, നല്ല മക്കളെ കർത്താവ് ഒരുക്കി തന്നു. അതുപോലെ തന്നെ അനുജൻ്റെ വിവാഹവും അവൻ പലപ്പോഴും പറയുമായിരുന്നു, ചേട്ടായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അനിയൻ കല്യാണം. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി
ദൈവം ഒരുക്കുന്ന ഒരു പെൺകുട്ടി, അതിനുവേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനുവേണ്ടി നീ കാത്തു നിൽക്കണ്ട, ഒരുങ്ങിക്കോളും പറഞ്ഞ് അങ്ങനെ അവൻ്റെ വിവാഹവും ജോയ്സ് അവൻ്റെ കല്യാണങ്ങളും ഭംഗിയായിട്ട് കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ കുടുംബത്തിൽ പെങ്ങന്മാരുടെയും അനിയൻ്റെയും വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ ജീവിതങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഹിതം എന്താണോ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റി തരണം. ഒരിക്കലും ഒരു പ്രേമ വിവാഹത്തിലേക്ക് ഞാൻ കടന്നു പോവുകയില്ല. ശുശ്രൂഷകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും പലപ്പോഴും പല ചിന്തകൾ ഉള്ളിലേക്ക് വരുമെങ്കിലും അന്ന് ഒരു തീരുമാനമെടുത്തു, കർത്താവേ നീ ഒരുക്കി തരുന്ന ഒരു ജീവിത പങ്കാളിയെ. അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കുടുംബജീവിതത്തിലേക്ക് എനിക്കൊരു വിളിയുണ്ടെങ്കിൽ, കാരണം അന്ന് വയസ്സ് 37 ഒക്കെ ആയി, പലപ്പോഴും കുടുംബത്തിലെ വീട്ടിലെ പ്രശ്നങ്ങളായിരുന്നു. വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജോസിയുടെ ഭാവി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കുറ്റപ്പെടുത്തുന്നൊരവസരം വന്നു. കണ്ണു നിറഞ്ഞു പോയ അവസരങ്ങളും നാളുകളൊക്കെ ഉണ്ടെങ്കിലും മാതാവിൽ ആശ്രയിച്ചു, അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടായ്മയിൽ വെച്ച് പെട്ടെന്ന് കർത്താവ് ഇടപെട്ട് ഒരു സഹോദരനിലൂടെ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്ത് പ്രാർത്ഥിച്ച ജപമാല ചൊല്ലി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സമയം വാഹനം ഓടിച്ച് ഞാൻ തന്നെ വാഹനം ഓടിച്ച് പോകുമ്പോഴും ജപമാല ചൊല്ലി. അത് വലിയ വലിയ അത്ഭുതമായിരുന്നു. കാരണം ഒരു വൃന്ദം മല എണ്ണാനോ ജപമാല മണികൾ പ്രാർത്ഥിക്കാനോ പറ്റില്ല. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്നെ മാതാവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഒരു വൃന്ദം മാലാഹാമാരോട് ചേർന്ന്, അങ്ങനെ ഓരോ ജപമാലയും 10 വൃന്ദം മാലാഹാമാരോട് ചേർന്ന് ചൊല്ലി ഞാൻ പിതാവിനും പുത്രനും വെച്ച് അങ്ങനെ ഒരു മുഴുവൻ കൊന്തയും ആ സമയങ്ങളിൽ പൂർത്തീകരിച്ച് സ്തുതിച്ച് ആരാധിച്ച് ഞാൻ ആ ഭവനത്തിൽ ചെന്ന് ആ പെണ്ണ് കാണാനായിട്ട് ഞാൻ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ സമയത്ത് ഈ എൻ്റെ ജീവിത പങ്കാളി അവള് വർഷങ്ങളായിട്ട് ഡൽഹി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവളും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ വലിയ മാതാവിനെ സ്നേഹിക്കുന്ന അന്നത്തെ അവിടുത്തെ കൂട്ടായ്മകൾ ഒരുക്കുകയും ഒരു ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. അത് പിന്നീടാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ അവൾക്ക് കർത്താവിൻ്റെ സന്നിധി അവൾ കൊടുത്ത ഒരു വാഗ്ദാനം ഇതായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് കൊടുത്ത ഒരു വാഗ്ദാനം ഇതായിരുന്നു, ഈശോയെ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളി അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ അങ്ങനെ ഈശോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പൊക്കമുള്ള ഉയരമുള്ള കട്ടമീശയൊക്കെയുള്ള ഒരു എൻ്റെ ഔട്ട്ലൈന് അത് ഈശോ അവൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവര് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, എനിക്ക് ഡൽഹിയിൽ വെച്ച് ഈശോ കാണിച്ചു തന്ന സൗഹൃദ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിച്ചു തന്നപ്പോൾ. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രാർത്ഥനക്കാരൻ ഒരിക്കലും വേണ്ട. അപ്പോൾ എൻ്റെ വിവാഹാലോചന നടത്തുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഞാൻ ചെല്ലുമ്പോഴും എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ശുശ്രൂഷയാണ്, പ്രാർത്ഥനയാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥന അവളുടെ ഒരാളെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ പെണ്ണിനെ വിടില്ല എന്ന് പറഞ്ഞ പല മേഖലകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പെൺകൊച്ചും, കാരണം അവരുടെ കുടുംബം ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അപ്പോൾ പലപ്പോഴും പ്രാർത്ഥനക്കാരെ അവൾക്കറിയാം. അപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ആളെ, പ്രത്യേകിച്ച് ഞാനിന്ന് സ്പിരിച്വൽ ഷെയറിങ്ങും ഒക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഷെയറിംഗ് ഒക്കെ നടത്തുമ്പോൾ ഒത്തിരി അസ്വസ്ഥതയൊക്കെ ഇവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു ആളെ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയും ഞാൻ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഈ കണ്ണുകൾ ഇവള് പെട്ടെന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്തോ ഒരു പ്രചോദനം പോലെ തരികയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാഴ്ചയിൽ തന്നെ ഞങ്ങൾ പരസ്പരം ഞാനും കണ്ടു, പരസ്പരം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അവൾ കുടുംബത്തിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കന്മാർ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ജോലിയുള്ള ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജോലി നിർത്തി 17 വർഷമായിട്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മാതാവിനോട് ചോദിച്ച ഒരു അടയാളം ഇതായിരുന്നു, അമ്മേ ഞാൻ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കും, അവൾ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു വിവാഹം മുന്നോട്ട് പോകാൻ അനുവദിക്കാവൂ. പക്ഷേ അവൾ അവിടെ വെച്ച് പറഞ്ഞു, ഈ 1 വർഷം കൂടെ ഡൽഹിയിൽ ജോലി ചെയ്യാൻ അവസരം തരണം, അപ്രകാരം നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വിവാഹത്തിനെ സംബന്ധിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ച, കാരണം പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് അമ്മയിലൂടെ ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചിട്ടുള്ള, കാരണം വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, മാതാവേ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്, എൻ്റെ ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കാത്ത ഒരു മകളായിരിക്കണം, അല്ലാതെ എനിക്കൊരു വിവാഹം വേണ്ട. അപ്പം അങ്ങനെ ആ പരിശുദ്ധ ജപമാലയുടെ ആ വലിയ മധ്യസ്ഥതയാൽ അമ്മ കർത്താവ് എനിക്കൊരു ജീവിത പങ്കാളി ഒരുക്കി തന്നു. തുടർന്ന് ഇങ്ങോട്ട് വരുന്നത് മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വാഹനം, ഞങ്ങൾ ആദ്യത്തെ കുഞ്ഞുണ്ടായി, ഞങ്ങൾ ഒരു ഭവനമില്ലായിരുന്ന ഒരവസ്ഥയായിരുന്നു. വാടക വീട്ടിലേക്ക് കടന്നുപോയി. വാടക വീട്ടിൽ ജീവിക്കുമ്പോഴും പരാതികളൊന്നും കൂടാതെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ചോദിച്ചാൽ എന്തും നമുക്ക് തരും. അങ്ങനെ വിശ്വസിച്ച് വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് ഞങ്ങളുടെ ഒരു സ്ഥലം, വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം, അവിടെ പോയി പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥന ഞങ്ങൾ നടത്തി. അത് ഞങ്ങളൊരു ഒരിക്കലച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു, തോമസ് ഒലിക്കലച്ഛൻ.
അച്ഛൻ ആ സമയത്ത് ജപമാല പ്രാർത്ഥനയുടെയൊക്കെ ഒരു ശക്തി മനസ്സിലാക്കി ഭൂമിയിൽ വന്ന് ആ വിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, ഇവിടെ ഇന്ന വിലയ്ക്ക് 1.5 ലക്ഷം രൂപ വില കിട്ടുകയാണെങ്കിൽ ആ വസ്തു നീ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം വിറ്റ് ഞങ്ങൾക്കൊരു ഭവനം, ഒരു വലിയ അത്ഭുതമായിരുന്നു. കാരണം ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്ന മേഖല, അത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ ആ സ്ഥലം വിറ്റ് ആ ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി, ആ ഭവനം പണിയാനായിട്ടുള്ളൊരു കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നു. തീർച്ചയായിട്ടും അതെ, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന മനോഹരമായൊരു ഭവനം ഒരുക്കി തന്നു. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ, ആ സമയത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, മൂത്തത് പെൺകുഞ്ഞാണ്, അവളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് മൂത്തത് പരിശുദ്ധ അമ്മയുടെ പേര് കൊടുത്ത് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം. അത് ഞാൻ ആദ്യം അവർക്ക് മേരി റോസ് ജോസി എന്നാണ് പേരിട്ടത്. പരിശുദ്ധ അമ്മയുടെ പേര് കൊടുത്ത് ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. രണ്ടാമതൊരു ആൺകുഞ്ഞോട് ജനിച്ചു. അതെല്ലാം പ്രാർത്ഥനയോടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹത്തിന് മുമ്പേ ഈ ഒരു മേഖലയിലെക്കുറിച്ച് ബോധ്യം കിട്ടിയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുത്ത് പ്രാർത്ഥിച്ചൊരുക്കി ഞങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ ഉരുവാക്കപ്പെട്ട സമയം മുതൽ, ഉദരത്തിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞ സമയം മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ഉദരത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഈ 3 കുഞ്ഞുങ്ങളും 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. ആ 3 കുഞ്ഞുങ്ങളും അനുഗ്രഹത്തിൻ്റെ വലിയൊരു നിറവായിരുന്നു. 3 കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാഹനമില്ല. ഒരു ഉള്ളിലൊരു വേദനയായിരുന്നു. ബൈക്കിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ല. ബലിയർപ്പിക്കാൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ബലിയർപ്പിക്കാൻ ഞങ്ങൾ കടന്നു പോകും. അത് ഡൽഹിയിലായിരുന്നപ്പോഴും എല്ലായിടത്തും ജപമാല ചൊല്ലി കുഞ്ഞുങ്ങളെയും കൂട്ടി, കൈക്കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ദേവാലയത്തിൽ ചെല്ലും. അതുപോലെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായിട്ടൊരു ദിവസം ഞാനിങ്ങനെ അനിയനോട് പറഞ്ഞു എനിക്കൊരു വാഹനം. അപ്പോൾ അവന് വെറുതെ ഫോൺ ചുമ്മാ ഇരുന്നിട്ട് അവൻ്റെ അനിയൻ്റെ കൊച്ച് ഫോൺ എടുത്ത് ഷെവർലെ മാനേജറുടെ ഇതിലേക്ക് കോള് പോകുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ആ സമയത്ത് അദ്ദേഹം ജോയ്സിന് നാണക്കേടായതുകൊണ്ട്, അവനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ പറഞ്ഞു വണ്ടി വല്ലതും കിടപ്പുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം നല്ല വണ്ടിയാണ്, അത് കൊടുക്കാനിട്ടിരിക്കുകയാണ്, അത് ഡെമോ ആയിട്ടിരിക്കുന്ന എല്ലാ പണിയും തീർന്ന് പുത്തൻ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വാഹനം അത് എന്നോട് പോയി കാണാൻ പറഞ്ഞു. അന്ന് അത് 4.5 ലക്ഷം രൂപ വിലയുള്ള വാഹനമായിരുന്നു. അത് അന്ന് അവിടെ വെച്ച് അഡ്വാൻസ് കൊടുത്ത് വണ്ടി എടുക്കാൻ, അന്നത്തെ ആ 2013-14 കാലഘട്ടങ്ങളിൽ ആ വാഹനം എടുക്കാൻ കർത്താവ് അനുവദിച്ചു. അതെടുത്ത് ഇന്നും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാഹനമാണ്. അത്രമാത്രം വലിയൊരു കൃപ. അതിനുള്ള പണം, ആ സമയത്ത് എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വാഹനത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴും മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ കൈ പണമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ ഇടപെടും. ആ ദിവസങ്ങളിലാണ് ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവളുടെ PF ഞങ്ങൾ പോലും മടന്നു കടന്ന ഒരു സംഭവമായിരുന്നു. PF ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, 3.5 ലക്ഷം രൂപ നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന്. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകാത്തൊരവസ്ഥ. അന്ന് പിറ്റേ ആ ആഴ്ചയിൽ തന്നെ ആ പണം എടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് ഞങ്ങൾക്ക് ആ വാഹനം എടുക്കാനായിട്ട് വലിയൊരു കൃപ കർത്താവ് തന്നു. വിവാഹശേഷം വിവാഹത്തിന് ആദ്യ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, കന്തീശങ്ങളുടെ പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ഇരട്ട കുട്ടികളെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജീവനക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഇരട്ട കുട്ടികൾ നമുക്കൊരു സമ്മാനമായിട്ട് സ്വർഗം തരും, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ആദ്യത്തെ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ജനിച്ചു പോന്നു. പക്ഷേ ഞങ്ങളതെല്ലാം മറന്നു. 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ജോലിയിലും പ്രവേശിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ധ്യാനത്തിനായിട്ടൊക്കെ ഞാൻ ഒരുങ്ങുക. അപ്പോൾ ഒരു ദിവസം പെട്ടെന്നാണ് എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്കൊന്ന് പ്രഗ്നൻറ്റ് ടെസ്റ്റ് നടത്തണം, എനിക്കൊരു സംശയം, കർത്താവ് നമുക്കൊരു അനുഗ്രഹം. കാരണം ഓരോ കുഞ്ഞുങ്ങളെ തരുമ്പോഴും ദൈവം ഞങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരുന്നത്. കാരണം ഈ 2ാമത്തെ കുഞ്ഞ് തരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭവനം കിട്ടി, 3ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വാഹനം കിട്ടി, ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിച്ച സമയത്താണ് ഞങ്ങൾക്ക് ആത്മീയമായ കൂടുതൽ ഉണർവ്, ശക്തമായ സാന്നിധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ ഈ ഇരട്ട കുഞ്ഞുങ്ങൾ ലഭിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി ദാഹിച്ചു പ്രാർത്ഥിച്ചു. ഇരട്ട കുഞ്ഞുങ്ങളെന്ന് അറിഞ്ഞുകൂടാ. പ്രഗ്നൻസിയിൽ ഞങ്ങൾ ചെന്ന് ആദ്യത്തെ സമയത്തൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ധ്യാനത്തിനായിട്ട് ശുശ്രൂഷ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഒരു ധ്യാനത്തിനായിട്ട് ഒരുങ്ങി പോകാൻ തുടങ്ങുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കൺവെൻഷന് പോയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അവിടെ ജോസിയുടെ പേര് വിളിച്ച് പറയുന്നുണ്ട്, ജപമാല പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ ജോസിയെ ദൈവം അനുഗ്രഹിക്കുന്നു. കോട്ടയത്ത് ഒരു പ്രാർത്ഥനയാണ്, കോട്ടയത്തെ ഒരു സെൻറ്റ് ആൻ്റണീസിലെ ഒരു 1 ഡേ പ്രോഗ്രാമിലാണ്. അപ്പോൾ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാനും പോയി ഒരു ചൊവ്വാഴ്ച. അപ്പോൾ അവിടെ അച്ഛൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ജോസിയെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓർത്തേണ്ട കർത്താവ് ഇനി എത്രമാത്രം എന്നെ കാണുന്നു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, അന്നത്തെ കാലത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, എനിക്കൊരു നല്ല വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ മറ്റു വരുമാനമാർഗം കൂടുതൽ എവിടെയെങ്കിലും കിട്ടുന്നിടത്തേക്ക് പോകണം. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ദൈവം അനുഗ്രഹിക്കുന്നതാ, ജോസിക്ക് അനുഗ്രഹമാകാൻ പോവുകയാണ്. പക്ഷെ ആ സമയങ്ങളിലാണ് ഞാനിങ്ങനെ ആ ധ്യാനത്തിന് ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു മേഖല കർത്താവ് തെളിച്ചിരുന്ന സ്കാനിങ്ങിൽ പറയുകയാണ്, ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളെയാണ് കർത്താവ് തരുന്നത്.
ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമായി. ഞാനന്ന് നന്ദി പറഞ്ഞു. അന്ന് ആ ധ്യാനത്തിൽ മുഴുവൻ കർത്താവെ അങ്ങ് ചോദിച്ചതെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് ചോദിച്ചതെല്ലാം അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നു. എല്ലാറ്റിനും നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ ഈ കാലഘട്ടം മുഴുവൻ എന്നെ വഴി നിറച്ചിരിക്കുന്ന ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഡൽഹിയിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്തു. എറണാകുളത്താണ് ഞങ്ങൾ വരേണ്ടത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യാത്ര ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഭവനത്തിൽ എങ്ങനെ ഇരുന്ന് പോകുന്നു. കാരണം പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവത്തിനായിട്ട് തിരിച്ചു വരികയാണ് ഞങ്ങൾ, ആദ്യത്തെ കുഞ്ഞ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം കൺഫേം ആയി. ആ ടിക്കറ്റ് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയിൽ വന്ന് കയറാൻ വരുമ്പോൾ ആ വാഹനത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ് നിറച്ച് ആള്. അന്നത്തെ എന്തോ വലിയൊരു തിരക്കുള്ള സമയമായിരുന്നു. ലഗേജുകൾ ഞങ്ങൾക്ക് കിട്ടേണ്ട സീറ്റ് മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഭയമായി പോയി. കാരണം പൂർണ്ണ ഗർഭിണിയാണ്, ഞങ്ങൾ ലഗേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തിരിച്ച് പോകാനും പറ്റത്തില്ല. ഞാൻ ടി.ടി.ആറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഞങ്ങൾ ബുക്ക് ചെയ്ത് കൺഫേം ആയിരിക്കുന്ന ടിക്കറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാറായി, എത്രയും പെട്ടെന്ന് പോവുക. ഈ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് കമ്പാർട്ട്മെൻറ്റ് തിരക്ക് മൂലം ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ അലോ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള സീറ്റ് പുറകിലാണ്, അതുകൊണ്ട് ഏറ്റവും ബാക്കിലെ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വേദനിച്ച് സങ്കടപ്പെട്ട് ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞു. എൻ്റെ കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എല്ലാം കൺഫേം ആക്കി തന്നതല്ലേ, ഞങ്ങൾ ഇനി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് പോകേണ്ടി വരുമോ ദൈവമേ എന്നൊക്കെ വിഷമിച്ച് ഞങ്ങൾ മുന്നോട്ട് ആ ട്രെയിനിൽ കയറി ആ കമ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞത്. അത് ഞങ്ങൾ തേർഡ് AC ആണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഈ തിരക്ക് മൂലം സെക്കൻഡ് AC കർത്താവ് ആ കമ്പാർട്ട്മെൻ്റ് ഒരുക്കി തന്നു. അതിൽ 3 പേര് മാത്രം, അത്രയും ആ തിരക്കുള്ള ട്രെയിനിൽ ആ സെക്കൻഡ് AC-യിൽ 3 പേര് മാത്രമുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. അവിടെ ഞങ്ങൾ ചോദിച്ചത് ഇപ്രകാരമായിരുന്നു, നമ്മുടെ മധ്യസ്ഥം വെച്ച് പ്രകാരമായിരുന്നു, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കാലൊക്കെ നിർത്തിവെച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് കിടന്നും ഇരുന്നും ഒക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് എന്നെ കരയിപ്പിച്ചൊരു ഭാഗമായിരുന്നു. എന്നെ വളരെയധികം കരയിപ്പിച്ചൊരു ഭാഗം ആ കമ്പാർട്ട്മെൻറ്റിൽ. 2 പേർക്ക് മാത്രമുള്ള ഒരു സീറ്റാണ് സെക്കൻഡ് AC. ഞാൻ അന്നാണ് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, താനെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന ആളും ഇറങ്ങി. ആ ഒരു റൂമിൽ, ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ഭാഗത്ത് ഞങ്ങൾ മാത്രം. അപ്പോൾ അതൊരു വലിയൊരു കൃപ ഞങ്ങളന്ന് അനുഭവിച്ചറിഞ്ഞു. പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കാത്ത, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. തിരിച്ച് 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുകയാണ്. തിരിച്ചൊരുങ്ങുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ട്രെയിനല്ല ഇനി ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ ഫ്ലൈറ്റിന് പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ചെറിയൊരു എമൗണ്ടിന് 6000 രൂപയ്ക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അതും മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തതുകൊണ്ടാണ്. തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് അത് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് 5:15 ഫ്ലൈറ്റ് കടന്നു പോകും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് 8:30 ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൂട്ടുകാരോ അവരാരും കാണുകയില്ല. കാരണം ഈ കുഞ്ഞിനെയും കൊണ്ട് ലഗേജ് കൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഏതായാലും ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആഗ്രഹം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് എത്തത്തക്ക രീതിയിൽ ഒരു ക്രമീകരണം ഒരുക്കി കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങളെ ഈ രാത്രിയിൽ അവിടെ എത്തിക്കാൻ അമ്മയ്ക്ക് സാധിക്കും. പ്രിയപ്പെട്ട ഒരു വലിയൊരു സന്തോഷം, വലിയൊരു കൃപയെന്ന് പറയുന്നത്, ഞങ്ങൾ ഈ 5:15 ട്രെയിന് കയറാൻ ഞങ്ങളെല്ലാം കൺഫേം ആയിരിക്കുമ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരികയാണ്, ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്, ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പെട്ടെന്നൊരു ഭയമായി പോയി, തിരിച്ചെങ്ങനെ പോകും. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഉടനെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അതിൽ യാത്ര ചെയ്യാമെന്നുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര നടത്തുകയാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഭയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സൗരം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റുകയാണ്, നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അന്ന് ആദ്യമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ഫുൾ ചെലവിൽ, അതായത് എയർ ഇന്ത്യയുടെ ഫുൾ ചെലവിൽ അന്നത്തെ ഒരു ദിവസം എറണാകുളത്ത് ആയിരിക്കാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവർ ഫുഡും എല്ലാം ഒരുക്കി തന്നു. രാവിലെ പ്രഭാതത്തിൽ 10 മണിക്ക് ആ ഫ്ലൈറ്റിൽ തിരിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കരയുകയായിരുന്നു. കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾ, കാരണം പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ കിട്ടുന്ന ആ അനുഭവങ്ങൾ.
ഒരിക്കലും ഞങ്ങൾ വൈഫ് ഹൗസിൽ പോയിട്ട്, കട്ടപ്പനയാണ് സ്ഥലം, പ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്നു. പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്ത് കടന്നു പോരുന്ന ഒരു സമയം പൊൻകുന്നം അടുത്ത് കൊപ്രാക്കളം എന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ, കാരണം അതുവരെ ഞങ്ങൾ 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചും സംസാരിച്ചും ഒക്കെ ഞങ്ങൾ കടന്നു പോരുകയായിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്, 3 മക്കളും വൈഫും എൻ്റെ വല്യപ്പച്ചനും ഞങ്ങൾ വാഹനത്തിൽ ആയിരുന്നു പോരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷം, എന്താണെന്ന് പറഞ്ഞുകൂടാ, യാത്രയുടെ ക്ഷീണം കൊണ്ടാണോ എന്താണോ, ഹൈവേയിൽ നിറച്ചു വാഹനങ്ങളുള്ള സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു കണ്ണൊന്ന് ചിമ്മിയത് എൻ്റെ ഓർമ്മയുണ്ട്. വാഹനം നല്ല സ്പീഡിലുമായിരുന്നു. വീട്ടിലെത്താനുള്ള സമയമായല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് എൻ്റെ ഒരു കണ്ണ് ചിമ്മിയത് എൻ്റെ ഓർമ്മയുണ്ട്. വാഹനം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ബാരിക്കേഡ്, 3-4 ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് വാഹനം മുന്നോട്ട് പോവുകയാണ്. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മയും മാതാവേ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇടതുകരം സ്റ്റിയറിംഗിൽ കൊണ്ട് വലതുകരം ശിരസിലേക്ക് വെച്ച് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ കയ്യിൽ നിന്ന് വാഹനം പോയി കാത്തുകൊള്ളണമേ. ആ സമയത്ത് വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ചവിട്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല. ഫ്രണ്ടിലെ ടയർ പൊട്ടി, ബാക്ക് ടയർ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം തകർന്നു. എൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞുമായിട്ട് വൈഫിരിക്കുന്നു. കൊച്ചു കുഞ്ഞാണ്, കൈക്കുഞ്ഞായിരിക്കുന്ന ഒരു സമയമാണ്. ആ കുഞ്ഞ് സമയം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നോക്കുമ്പോൾ ഇടതുവശത്ത് ഒരു 20 അടിയോളം താഴ്ചയുള്ള ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് വണ്ടി കടന്നു പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓടയായിരുന്നു സൈഡിൽ. വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് ചെന്ന് ഈ ഓടയും കഴിഞ്ഞ് അപ്പുറത്ത് ചാടി. പക്ഷേ ബാക്ക് വീല് ആ ഓടയിൽ ഉടക്കി വാഹനം അവിടെ ഇങ്ങനെ നിൽക്കുക. ശരിക്കും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. വണ്ടിയുടെ ഫ്രണ്ട് മുഴുവൻ തകർന്നു പോയി. വാഹനത്തിൽ അകത്തിരിക്കുന്നവരെല്ലാം തീർന്നു പോയി എന്നുള്ള തരത്തിലുള്ള ഒരു അവസ്ഥയിലുള്ള വാഹനം. ആൾക്കാർ ഓടിയെടുക്കുമ്പോഴും വാഹനം പുകഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അതിൻ്റെ അകത്ത് റേഡിയേറ്റർ അത്രയും യാത്ര ചെയ്ത് വാഹനം ഹീറ്റായിരിക്കുന്ന ഒരു അവസരത്തിൽ അതിൽ നിന്നും പെട്ടെന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ 2 സൈഡിലെയും ഡോറ് ജാമായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നേക്കാം വാഹനം കത്തും, അടുക്കണ്ട് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഞാൻ അകത്തിരുന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ വാഹനം ഒന്ന് തുറന്ന് ഞങ്ങളെ പുറത്തെടുക്കുക. ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ, മാതാവിൻ്റെ വലിയ സാന്നിധ്യം, ആ ചെല്ലിയ ജപമാലയുടെ സംരക്ഷണം. കാരണം ആ വാഹനത്തിന് അത്രയും, ആ ഫ്രണ്ട് കംപ്ലീറ്റ് തകർന്ന് 2 സൈഡിലും, വാഹനത്തിൻ്റെ 2 സൈഡും വളരെ തകർന്ന അവസ്ഥയിൽ ഞങ്ങളെ അവസാനം ആൾക്കാർ പുറത്ത് വന്ന്, അല്ലേ വന്നൊരു വാഹനത്തിൽ വന്ന ഒരു സഹോദരന് ഓടി വന്ന് വാഹനം തുറന്ന് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുകയും അവസാനം ഞാൻ അതിൻ്റെ ഗ്ലാസ് കൂടെ പുറത്ത് വരികയും ഒക്കെയാണ് ചെയ്തത്. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ, ഒന്നും പറ്റിയില്ലേ? പെട്ടെന്ന് അവർ തന്നെ നിർബന്ധിച്ച് ഞങ്ങളെ മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ ചെക്ക് ചെയ്യണം, ചെക്കപ്പ് നടത്തണം, എന്തെങ്കിലും സാരമായ ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷെ അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും, ഫ്രണ്ടിലിരുന്ന കുഞ്ഞിനെ കൊണ്ടിരുന്ന സഹോദരിയുടെ ആ ചെന്ന് ബോണറ്റേലൊന്ന് ഇടിച്ചതിൻ്റെ സൈഡിൽ ഒരു ചെറിയ മുഴയും കുഞ്ഞിനൊരു തലയിൽ ഒരു ചെറിയ മുഴയും അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ആ വലിയ കരുതൽ, 1.5 ലക്ഷം രൂപയോളം വാഹനത്തിൻ്റെ ആ പണി വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാതാവിൻ്റെ പരിപാലന, സംരക്ഷണം ഒരു വലിയ ഒരു കൃപയുടെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. തുടർന്ന് ആ വാഹനത്തിൻ്റെ പണി അതെങ്ങനെ നടത്തുമെന്ന് അറിഞ്ഞുകൂടാ. മാതാവിനോട് ഞാൻ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയെ സഹായിക്കണം, കാരണം ഇത്രയും വലിയൊരു പണി വന്നു, ഇൻഷുറൻസ് തുക അത്രയും കിട്ടില്ല. അന്നേരമാണ് അമ്മ ഇങ്ങനെ കാണിച്ചു തരികയാണ്, കോട്ടയത്ത് ഒരു വാഹനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളൊരു സഹോദരനെ കൂട്ടി വാഹനം വിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ഷെവർലെ വാഹനത്തിൻ്റെ തന്നെ അതേ ബോഡി സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് പീസുകൾ കൊടുക്കുക. അന്ന് ആ സാധനം അവിടുന്ന് വിലയ്ക്ക് വാങ്ങി 10,000-10,000 രൂപയ്ക്ക് അവിടുന്ന് കിട്ടി. അതെടുത്ത് ഈ വാഹനത്തിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ വളരെ തുക കുറച്ച് എനിക്ക് ഇൻഷുറൻസ് കാശിൽ മാത്രം എനിക്ക് ആ ഒരു പണി തീർക്കുവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിശ്വസിക്കുകയാണ്, അമ്മയുടെ പരിപാലന, ഒരു അപകടം സംഭവിച്ച് മരണം സംഭവിക്കാവുന്നിടത്ത് പോലും അമ്മയുടെ വലിയ പരിപാലന, സംരക്ഷണം, വലിയൊരു കരുതൽ. അതുപോലെ അതിന് തുടർന്ന് വരുന്ന സമയങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ വഴി കാട്ടിത്തന്ന് പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞങ്ങൾ അതിനെ ശുശ്രൂഷ കയറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതകരമായ ഇടപെടൽ, ഒരു വലിയ അഭിഷേക സാന്നിധ്യം. ഓരോ നിമിഷവും തിരുവചനത്തിൻ്റെ സാന്നിധ്യങ്ങൾ, ശരിക്കും അവൻ പറയുന്നത് ചെയ്യുക, അവൻ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ള ഒരു സ്വരം അത് കടന്നു വരികയും വചനം ഹൃദയത്തിലേക്ക് തരികയും ആ വചനം
സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ വലിയ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ ഒക്കെ മേഖല ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ശുശ്രൂഷ സമയങ്ങളിലും മാതാവ് വലതുവശത്ത് നിന്ന് അനുഗ്രഹിക്കുന്ന ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി എന്നൊക്കെയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒരുക്കുന്നത് മുഴുവൻ പരിശുദ്ധ അമ്മയാണ്. ആ ഇടവക ദേവാലയത്തിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് ജപമാല ചെല്ലുവാനും, അതുപോലെ തന്നെ ഓരോ കൂട്ടായ്മയിലും എവിടെ കടന്നു ചെന്നാലും ആ ജപമാല പ്രാർത്ഥനയ്ക്ക് ഒരു മുൻ തൂക്കം, അതായത് ജപമാല ചെല്ലുവാനായിട്ട് ജോസിയെ വിളിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരിക്കലും മാറി നിൽക്കാതെ ആ അമ്മയുടെ സ്നേഹം അത് പൂർത്തീകരിക്കുവാൻ ഞാൻ പാലിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു സ്നേഹം, അമ്മയുടെ പരിപാലന ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയൊരു മേഖലയായിരുന്നു. ഓരോ ശുശ്രൂഷകളിലൂടെയും അമ്മ ഇറങ്ങി വന്ന് മക്കളുടെ മേൽ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.